വരുമ്പോ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഏതായാലും അപ്പന്റെ കാര്യത്തിന് എല്ലാവർക്കും ഒരുപോലെയല്ലേ ഉത്തരവാദിത്തം. എന്തു പറയുന്നു? എന്നും അവരല്ലേ പറയാനുള്ളൂ. പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലല്ലോ. വന്നു. ചേട്ടാ, എനിക്കുടനെ തിരിച്ചു പോകണം. ഒരു റിസപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അധികം സമയമില്ല. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുക. അല്ല, അപ്പന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടിപിടിയുന്ന ഒരു തീരുമാനം എങ്ങനെ എടുക്കാൻ പറ്റുന്നേ? ഇടിപിടിയൊന്നുമല്ല, നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അല്ലാണ്ട് നമ്മളപ്പനെ വല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ പറ്റുമോ? അതിനെ കുറിച്ച് വലിയ വകുപ്പും അടിക്കേണ്ട ചേട്ടൻ. ഇവിടെ നിർത്തി അപ്പനെ നോക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറ. അതേടാ, അതെ, നോക്കാൻ കഴിയില്ലാഞ്ഞിട്ട് തന്നെയാ. എങ്കിൽ ഒരു 6 മാസം നിനക്കത്തെ കൊണ്ടുപോയി നോക്കാമല്ലോ. ചേട്ടൻ അതൊന്നും പറയണ്ട. നിങ്ങൾ 2 ആഴ്ച തൃശ്ശൂർക്ക് ചേച്ചിയുടെ ആങ്ങളുടെ മോന്റെ കല്യാണത്തിന് പോയപ്പോഴേ ആരാ അപ്പനെ നോക്കിയത്? കിട്ടാത്ത ലീവും എടുത്ത് ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് അപ്പനെ പൊന്നുപോലെ നോക്കി. ഒരു 2 ആഴ്ച അപ്പനെ നോക്കുന്നത് വലിയ കാര്യമാണെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ നോക്കിയതിന് എന്തോരം കണക്ക് പറയണം. നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. തീരുമാനം എടുക്കാൻ ഇനി എന്താ ഉള്ളത്? എല്ലാം നിങ്ങൾ തന്നെ എടുത്തല്ലോ. നിങ്ങൾ എന്ന് പറയേണ്ട സാജു, ഞാനാണ് ആദ്യം ഈ കാര്യം എടുത്തിട്ടത്. ആഹാ, അത് കൊള്ളാം. സോഫി ചേച്ചിക്ക് പിന്നെ പുറകിൽ നിന്ന് കർത്തം വലിക്കാൻ നല്ല മിടുക്ക. എന്റെ പൊന്ന് സാബു ചേട്ടാ, ഈ പെണ്ണുങ്ങൾ പറയുന്നത് ഇടം വല നോക്കാതെ അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്താലേ അത് പിന്നെ പുരുഷാകും. നമ്മുടെ കുടുംബത്ത് അങ്ങനെ ഒരു പാരമ്പര്യമേ ഇല്ല. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ആരെയും ധിക്കരിച്ചോ മറികടന്നോ അല്ല. സാബുവിനോട് നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ആദ്യം ഇത് എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കെട്ടിയോട് ഇങ്ങനെ വല്ല പൊട്ട ഐഡിയയും കൊണ്ടുവന്നാലേ ഞാൻ കേൾക്കത്തില്ല. സോഫി പറഞ്ഞൊരു കാര്യം നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാനും യെസ് പറഞ്ഞു. ഞങ്ങളെല്ലാം പരസ്പരം പറഞ്ഞേ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് അവള് പറഞ്ഞത് കൊണ്ട് ഞാൻ എങ്ങനെ കേൾക്കും എന്നുള്ള കോംപ്ലക്സ് ഒന്നും എനിക്കില്ല. എനിക്ക് അപ്പനെ നോക്കാൻ ഒരു വിഷമവുമില്ല. സന്തോഷത്തോടെ നോക്കാം എത്ര കാലം വേണമെങ്കിലും. ഇതിപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു 6 മാസം മോടെ പ്രസവം കാരണം UK കൊണ്ട് പോകേണ്ടി വരും. അത്ര കാലത്തേക്ക് മാത്രമേ ഒരാളെ വെക്കുന്നുള്ളൂ. എന്നാലും 6 മാസം ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അത്രയ്ക്ക് സുരക്ഷിതമാണെന്ന് എനിക്കത്ര തോന്നുന്നില്ല. തന്നെയുമല്ല, അപ്പന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മൂക്കത്ത ദേഷ്യവും ഒച്ചവെക്കലല്ല. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. ഒരു പെൺകുട്ടിയാകുമ്പം അല്പം മായം കാണുമല്ലോ എന്ന് കൂടി ഓർത്തിട്ടാണ്. പിന്നെ അപ്പന്റെ പ്രത്യേക സ്വഭാവവും പെരുമാറ്റവും എല്ലാം ആ കുട്ടിയോട് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവള് കൈകാര്യം ചെയ്തോളാം, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഏതായാലും ലക്ഷ്മി ഉണ്ടല്ലോ ഫുൾ ടൈം ഇവിടെ. അടുക്കള കാര്യമെല്ലാം അവര് ഭംഗിയായി നോക്കിക്കൊള്ളും. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ ആണുങ്ങളെ നിർത്തിയിട്ട് നമ്മൾ കണ്ടതല്ലേ. ഓ, എന്തൊരു ബഹളമായിരുന്നു അപ്പൻ. അപ്പന്റെ മരുന്നും ചില്ലറ എക്സസൈസും സമയത്തുള്ള ആഹാരം കഴിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. അതിന് ഈ പെൺകുച്ചു മതിയെ. ബാക്കി കുളിയും മറ്റു കാര്യങ്ങളുമൊക്കെ അപ്പൻ തന്നെ ചെയ്തോളൂല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും അറിയാതെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാണോ ഇതൊക്കെ തീരുമാനിച്ചത്? നല്ലതുപോലെ അറിഞ്ഞിട്ട് തന്നെയാണ്. അല്ലെങ്കിലും സിസ്റ്റർ റോസിയുടെ ഇടപെടാണല്ലോ, നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പനെന്ന് പറയുന്ന ആളെ നോക്കാൻ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വം തന്നെയാ. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടുകൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും അപ്പനെ നോക്കാനുള്ള വക ആദ്യമേ തന്നെ ഒപ്പിച്ചല്ലോ. വീതം വെച്ചപ്പോൾ തന്നെ അപ്പന്റെ കയ്യിൽ നിന്ന് അതും കൂടി കൂട്ടിയങ്ങ് ഒപ്പിച്ചെടുത്തില്ലേ? ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല. എല്ലാം അപ്പന്റെ തീരുമാനമാണ്. 1/2 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ മതിപ്പ്? ഞാൻ അപ്പനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൻ തീരുമാനം വഹിച്ചപ്പോൾ ഞാൻ ആവുന്നത് പറഞ്ഞതാണ്. എല്ലാവർക്കും ഒരുപോലെ പങ്കുവെച്ചാൽ മതിയെന്ന്. എനിക്കറിയാം ഇതൊക്കെ പിന്നീട് ഗുരുമാരാകുമെന്ന്. അത് വേണ്ടവർക്ക് കൊടുക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. ഇവിടെ ആർക്കും ഒന്നും വേണ്ടായേ. പിന്നെ ആ മോളി ചേച്ചിക്ക് ഒരു 6 മാസം അപ്പനെ നോക്കിയാൽ എന്നാ കുഴപ്പം? നല്ല ശേലായി. ചേച്ചിക്ക് ഓഫീസിൽ തിരക്കൊഴിഞ്ഞിട്ട് എവിടെയാ നേരം? ആളെ നിനക്ക് അറിയാൻ മേലായിട്ടല്ലോ. പോരാഞ്ഞ് അപ്പന് ചേച്ചിയോട് അത്ര മതി
വന്നിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇപ്പോഴും ദേഷ്യ. ആ വീതം വെച്ചപ്പോ ഷെയർ മേടിക്കാൻ ഓടി വന്നു. എടാ നടക്കുന്ന കാര്യമല്ലോ നീ പറ. ഓ വല്ലതും കിട്ടപ്പോരുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചി ഓടി വരും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ ഒന്നും ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചേച്ചിക്ക് ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാമല്ലോ. പിന്നെ റിയ മോൾക്ക് അവധി കിട്ടുമ്പോഴൊക്കെ വരികയും ചെയ്യാം. അവിടെ പിന്നെ അപ്പന് വലിയ കാര്യമാണല്ലോ. മതി, ഏതായാലും നിങ്ങളുടെ തീരുമാനം അതങ്ങ് നടക്കട്ടെ. ഞാൻ പോകുന്നു. നീ വിഷമിക്കണ്ട. ഇവനിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല. അവനൊരു പ്രത്യേക ജീവിയാണ്. അതല്ല സാബു, അവസാനം നമ്മൾ തന്നെ എടുത്ത തീരുമാനമാണെന്ന് വരുത്തി വെക്കും. നമ്മൾ മോളി ചേച്ചിയോട് ചോദിച്ചതല്ലേ. ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അവരോട് പോയി പണി നോക്കാൻ പറ. കുഞ്ഞേ, എന്നാ ഈ ഫോണെ കുത്തിക്കളിക്കുന്നത്? ചാക്കോ ചായ എന്തി? അപ്പച്ചൻ ബാത്റൂമിലാണ്. അത് കൊള്ളാം. മോള് വന്നതീ പിന്നെ കുറച്ചുകൂടെ സുന്ദരിയായല്ലോ. എന്നതാണേ നിങ്ങളുടെ ഈ പണി എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ബോർ? ആര് പറഞ്ഞു ഞങ്ങളുടെ ജോലി അത്രയ്ക്കും ബോറാണെന്ന്? അതെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. എനിക്കിതൊരു ജോലി മാത്രമല്ല, അതിലും കൂടുതലും എനിക്കിത് ഇഷ്ടമാണ്. അത് നേരെ. പക്ഷേ ഇരിയാനെ പോലെ ഒരു മോശകനെ നോക്കുക എന്ന് പറഞ്ഞാലേ ഇത്തിരി പാടാ. എനിക്ക് മോളെ കാണുമ്പോൾ സങ്കടം വരും. ഓ, അത്രയ്ക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. എനിക്ക് അപ്പച്ചനെ വലിയ ഇഷ്ടമാണ്. അപ്പച്ചൻ എന്നോട് എന്ത് സ്നേഹമായിട്ട് പെരുമാറുന്നതെന്നോ. ഓ അതെയോ? എന്റെ വീട് ഇവിടെ തൊട്ടടുത്താ. മോള് ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ വേണേൽ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ അവിടെ ഒറ്റയ്ക്ക. അതെ, എനിക്ക് ഒരു ബോറുമില്ല. കൊള്ളാവിന്റെ രോഗം. കാണിക്കോ? ഇരിക്ക. അപ്പച്ചാ, ഞാൻ പേപ്പർ എടുത്താൽ വരട്ടെ. കേട്ടോ, താൻ എന്തൊരു മണക്കൂസാണ്. വീട്ടുകാരില്ലാത്തപ്പം കടിച്ച പൊട്ടാത്ത പ്രായത്തിലുള്ള ഒരു പെൺകൊച്ചിനെ വീട്ടിൽ താമസിച്ച് തന്നെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറഞ്ഞാല് കഴിഞ്ഞ ദിവസം വഴി വെച്ച് ഞാൻ അവളെ കണ്ടായിരുന്നു. ഞാൻ എങ്ങോട്ട് പോവുക മോളെന്ന് ചോദിച്ചിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല. എന്നെ അവൾക്ക് നന്നായി അറിയാവുന്നല്ലേ. അഹംഭാവിയാ, അഹംഭാവി. അവൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ എന്താ ഉണ്ടായത്? ഉണ്ടായില്ല, ഉണ്ടാകാതിരിക്കാനാ ഞാൻ പറയുന്നത്. സൂക്ഷിക്കണം. എന്തു സൂക്ഷിക്കണം? കണ്ടോ കണ്ടോ, ഈ ഒറ്റയ്ക്കുള്ള വെളിപ്പൊക്കെ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനു? ആരെ കാണാൻ പോകുന്നതാ? അത് മരുന്ന് മേടിക്കാനും ഓരോവശ്യത്തിനൊക്കെ പോകുന്നതല്ലേ. മരുന്ന് മേടിക്കാൻ ആർക്കറിയാം? നിങ്ങൾക്കറിയാമോ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലെ ഇതുപോലെ ഒറ്റ വന്നു നിന്നു. എന്നിട്ട് എന്തുണ്ടായി അവസാനം? എന്തുണ്ടായി? അതല്ലേ പുകില്. പ്രസിഡന്റിന്റെ അപ്പൻ നാരായണപിള്ള, വയസ്സ് 80. അങ്ങയുടെ കൂട്ടത്തിൽ കൂടി പേരക്കിടാവിന്റെ പ്രായക്കാരി. 2 കൊല്ലം കഴിഞ്ഞപ്പം എന്നെ അറിയാൻ മരിച്ചു. മരിച്ചതാണോ എന്താണോ ആർക്കറിയാം. സ്വത്ത് മുഴുവനും അവളെ അറിയും. ചാക്കോ മാപ്പിളെ, അവൾ തരുന്ന മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ സൂക്ഷിച്ചോളെ. എന്തും ചെയ്യാൻ ഇവളുമാര് മടിക്കുകയല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതും പറയും മനുഷ്യരെ പേടിപ്പിക്കാതെ. എന്നിട്ട് അളിയന്റെ മക്കൾ കോടതി കേസും ഒക്കെ കൊടുത്തില്ലേ? അതല്ലേ അതിന്റെ തമാശ. കോടതി കേസും നിയമവും ഒക്കെ ആരക്കി കാലക്കി കുടിച്ചിട്ട ആ വഴി പണിക്ക് ഇറങ്ങിത്തിരിച്ചത്.
കാണിച്ചത്. ഇന്ത്യൻ ഭരണഘടന, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ അവർക്ക് കാണാപ്പാടാണ്. അതൊക്കെ വേറെ വെള്ളത്തിൽ നടക്കും, ഇവിടെ നടക്കുകയല്ല. ഹ, ഇതാണ് ഇരിയാന്റെ കുഴപ്പം. പറയുമ്പോ മനസ്സിലാക്കത്തില്ല. നമ്മുടെ അടുത്തുകൂടി വലി വീഴി അതും ഇതും ഒക്കെ പറയും. അവസാനം പെടും. എന്തോ അവിടെ നടക്കും എഴുത്തും ഒന്നും അത്ര ശരിയല്ല. ഇങ്ങനെ കോൺഗ്രസ്സുമാര് ഈ സാവും സോഫിയും എന്ത് വ്യക്തിത്വമാ കാണിച്ചത്. ഒന്നാമത് തന്നെ താൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു. എന്ത് മണ്ടത്തരം കാണിച്ചെന്നാ ഇയാൾ പറയുന്നത്? ഏടോ, ചാകുന്നതിന് മുമ്പ് ആരെങ്കിലും പിള്ളേർക്ക് വീതം വെച്ച് കൊടുക്കുവോ? പിന്നെ നമുക്കൊരു വിലയും കാണുകയില്ല. ദേ, ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. അതുകൊണ്ടേ മക്കൾ തമ്മിൽ മത്സരം എന്നെ നോക്കാൻ. കുഞ്ഞേ, ശകലം വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. ഹോ, എന്താ ഒരു ചൂട്. മഴ ഉടനെ എങ്ങും പെയ്യുന്ന ലക്ഷണമില്ല. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ചാക്കോവാപ്പളെ. എടി, ഒരാൾ വെള്ളം ചോദിച്ചാല് അത് അയാളുടെ കൈ കൊടുക്കുന്നതാ അതിന്റെ മര്യാദ. നീ എന്താ കാട്ടിയത്? അയാൾ ഈ കുടുംബത്തിലെ ഒരു അംഗം പോലെയാ, അറിയാമോ നിനക്ക്? നിന്റെ ചില പെരുമാറ്റം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നിന്നെ അങ്ങ് പറഞ്ഞു വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുക. അയ്യോ അപ്പച്ച, എന്നെ പറഞ്ഞു വിടുവാണോ? അത് കുറച്ച് പുളിക്കും. നമുക്ക് കാണാതെ തല്ലി കൊന്നാൽ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവളുമാര് വഴിക്കുകയല്ല. വായടി, നീ എന്താ വിചാരിക്കുന്നത്? വിചാരിക്കുന്നതല്ല, തീരുമാനിച്ചിരിക്കുന്നതാ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പച്ച, അതിനുണ്ടല്ലോ അപ്പച്ചന്റെ കൂട്ടുകാരൻ പണിക്കര്. അത് ഞാൻ അത്ര പന്തിയല്ല കേട്ടോ. അതിൻ്റെ ഒരു നോട്ടവും പെരുമാറ്റവും അത്ര ശരിയല്ല. നീ എന്തോന്നാ നീ പറയുന്നത്? അയാളെ പറ്റി നിനക്ക് എന്തറിയാം? അപ്പച്ച, വിവരമുള്ള പെമ്പിള്ളാർക്കേ ഓരോരുത്തരെ കാണുമ്പോൾ അറിയാം അയാൾക്ക് ഇത്തിരി കിന്നാരം കൂടുതലാണ്. അയാൾ എന്നോട് പറയുവാ അയാളുടെ വീടിവിടെ അടുത്താണ്, പൂരടിക്കുമ്പോ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ. അതെന്താ വിചാരിച്ചിരിക്കുന്നത്? പെണ്ണുങ്ങളെ നല്ലപോലെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, അത് നീ ഓർത്തോണം. നേരോ അപ്പച്ച? എങ്കിൽ ഞാൻ ഒത്തിരി സൂക്ഷിക്കണമല്ലോ. സൂക്ഷിച്ച നിനക്ക് നന്ന്. സൂക്ഷിക്കാം കേട്ടോ. വാചകം അടിക്കാതെ ഷുഗറിന്റെ മരുന്ന് കഴിക്കേ. അവർക്കുള്ള മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ സൂക്ഷിക്കണേ. ഗുളികയൊന്നും നീ എടുത്തു തരണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അതുപോലെ ഇൻസുലിൻ ഒക്കെ ഞാൻ തന്നെ എടുത്തോളാം. എന്നിട്ട് വേണം ഗുളികമാരെ കഴിച്ച് പണ്ടത്തെ പോലെ ആശുപത്രി കിടക്കാൻ. എല്ലാം ഞാൻ അറിഞ്ഞു കേട്ടോ. ഇതൊക്കെ നിന്നോടാണ് പറഞ്ഞത്. ഇവിടെ വരുന്നതിന് മുമ്പ് അപ്പച്ചന്റെ ജീവിത ചരിത്രം മുഴുവനും ഞാൻ പഠിച്ചു കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞപ്പോ അപ്പച്ചന് എന്തെല്ലാം മാറ്റം വന്നു. ഷുഗറിന്റെ ഗുളികയുടെ എണ്ണം കുറച്ചോ. വോക്കറിൽ നിന്ന് ഞണ്ടി ഞണ്ടി നടന്ന ആള് ഇപ്പൊ 18 വയറിന്റെ ഉഷാറിനല്ലേ ചാടിച്ചാടി നടക്കുന്നത്. അന്നറിയാതെ മരുന്നുമാരെ കഴിച്ച് അപ്പച്ച വടിയായിരുന്നെങ്കിൽ എനിക്കിന്ന് വരാൻ പറ്റുമായിരുന്നു ഇവിടെ. നിർത്തടി, നീനെ കൊല്ലമാണോ കഴുതേ? അയ്യോ അപ്പച്ച, എന്താ ഇത്? ഇങ്ങനെ ദേഷ്യപ്പെടരുത്. എന്നിട്ട് വേണം പ്രഷർ കൂടെ. അപ്പച്ചാകാൻ പേടിയുണ്ടല്ലേ? എന്നാലേ ചാകാതിരിക്കാനാ ഈ മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്നത്, അറിയാവോ? അപ്പച്ചനെ വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ പ്രത്യേകം ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടതാ. മനസ്സിലായോ? മനസ്സിലാക്കി വരുന്നു. അത് നല്ലതാ. എന്താണെന്ന് അറിയില്ല, എനിക്ക് അപ്പച്ചനെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടല്ലേ. പ്രഷർ കൂടും കേട്ടോ. ഞാൻ എല്ലാം ഒരുമാതിരി നോർമലാക്കി കൊണ്ടുവന്നതായിരുന്നു. നിന്നെ കണ്ട അന്ന് തന്നെ എന്റെ പ്രഷർ കൂടി, അറിയാമോ? ഓ,
ഈ അപ്പച്ചൻ്റെ ഒരു തമാശ. അപ്പച്ച, എന്തായാലും ഒരു മാസം കഴിയുമ്പോ ആന്റി നമ്മള് വരുമല്ലോ. അത് കഴിയുമ്പോ ഞാൻ പോയിക്കൊള്ളാവേ. പക്ഷേങ്കിൽ ഞാൻ പോയി കഴിയുമ്പോ അപ്പച്ചൻ എന്നെ മിസ് ചെയ്യും. അതെനിക്കറിയാം. എന്തിനാ അവര് വരുന്നത് വരെ നിൽക്കുന്നത്? നിന്നെ ഇപ്പോഴേ പറഞ്ഞൂടെ, ഞാൻ കഴിയാ. നിനക്ക് വേണേ ഇപ്പൊ തന്നെ അങ്ങ് പോകാമല്ലോ. ഹോ, ഇത്രയും ഹൃദയമില്ലാത്ത ആളാണോ ഈ അപ്പച്ചൻ? എങ്ങനെ പറയാൻ തോന്നി അപ്പച്ച എന്നോടിത്? എനിക്കാണെങ്കിൽ അപ്പനും അമ്മയും ഒന്നുമില്ല. ഇവിടെ വന്നപ്പോ ഒരു വല്യപ്പനെ കിട്ടിയ സന്തോഷം എത്ര മാത്രമായിരുന്നു അറിയാവോ അപ്പച്ച? ഇവിടെ വരുന്നത് വരെ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഓർഫനേജ്. ഈ 5 മാസം കൊണ്ട് ഈ വീട് എന്റെ സ്വന്തം പോലെ എനിക്ക് തോന്നിപ്പോയ പറ്റ. നിന്റെ ചരിത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പച്ചന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. പക്ഷേ എനിക്ക് വല്ലപ്പോഴും ഇവിടെ വന്ന അപ്പച്ചനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ കൊതി കൊണ്ട് ചോദിച്ചു പോയത് അപ്പച്ച. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആരൊക്കെ ഉള്ളതുപോലെ തോന്നി. അല്ല, അറിയാൻ മേലാണ്ട് ചോദിക്കുക, നിന്റെ ഉദ്ദേശം എന്താ? ഒരു ഉദ്ദേശമില്ല അപ്പച്ച, സത്യം. അപ്പച്ച വിശ്വസിക്കന്നെ. ഒരു മാസം കഴിഞ്ഞ് നിങ്ങളെയൊക്കെ വിട്ടു പോകണമല്ലോ എന്ന് ഓർത്തിട്ടാ. അപ്പച്ചൻ റീമോളോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്നത്. അത് കാണുമ്പോ എനിക്ക് കരച്ചിൽ വരും. എന്നെ അതുപോലെ സ്നേഹിക്കാൻ ആരുമില്ല. നിനക്ക് അപ്പനും അമ്മയൊന്നും ഇല്ലേ? അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനു ഓർഫനേജിൽ വളരണം? എനിക്ക് ആരുമില്ല അപ്പച്ച. ഉണ്ടെന്ന് പറയാൻ ഇപ്പോ ഈ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. നിന്റെ നാട് എവിടെയാ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയോ? ആ, എന്ത് നാട്? അതൊക്കെ പറയാതിരിക്കുന്നതാ നല്ലത്. അവിടെ ഒരു മുതലാളിയുടെ കാപ്പിത്തോട്ടത്തിൽ ജോലിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. മുതലാളി എൻ്റെ അമ്മയെ ചതിച്ചു. സ്നേഹം നടിച്ച് കെട്ടിക്കോളാന്നൊക്കെ പറഞ്ഞു. അമ്മ ഗർഭിണിയെന്നറിഞ്ഞതേ മുതലാളി സ്ഥലം വിട്ടു. പിന്നെ അവരെ തോട്ടവും വിട്ടെന്നാ അറിഞ്ഞത്. പ്രസവത്തോടെ എൻ്റെ അമ്മ മരിച്ചു പോയപ്പച്ച. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരന് സുൽത്താൻ ബത്തേരിയിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന മേരി മാത ഓർഫനേജിലാക്കി. 4 വർഷം മുമ്പ് നഴ്സിംഗ് പഠിക്കാനായിട്ട് അവിടുന്ന് എന്നെ ഇങ്ങോട്ടും വിട്ടു. അയ്യോ അപ്പച്ച, ഭക്ഷണം എടുക്കട്ടെ? ലക്ഷ്മി ചേച്ചി. വേണ്ട മോളെ, എനിക്കിപ്പോ ഒന്നും വേണ്ട. അല്ല, മോളെന്നോ? എന്താ പെട്ടെന്നൊരു മോളെ വിളി? ഇത്രയും കാലം എന്തൊക്കെയാ എന്നാ വിളിച്ചിരുന്നത്? എടി, പെണ്ണെ, കഴുതേ, പൊട്ടി. അപ്പച്ചൻ മരുന്നല്ലോ മാറി കഴിച്ചോ? അല്ല അപ്പച്ച, അപ്പച്ചൻ വൈകുന്നേരത്ത് പ്രാർത്ഥന ചൊല്ലാറില്ലേ? ഞങ്ങളുടെ കോൺവെന്റിൽ 7:30 മണിയാവുമ്പോ എന്നും പ്രാർത്ഥിക്കാനിരിക്കും. അതിന് നീ കന്യാസ്ത്രീകളോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് ജാതിയോ മതമോ വല്ലതും ഉണ്ടോ അപ്പച്ച? ഞാനും അവരുടെ കൂടെ പോയി ഇരിക്കുമായിരുന്നു. പ്രാർത്ഥന കഴിയുമ്പോ സിസ്റ്റേഴ്സ് 1-2 പാട്ടുകൾ പാടും. ഞാനായിരുന്നു പാട്ടിന്റെ ലീഡർ. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് എന്നും പാടുമായിരുന്നു. ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാനതൊന്ന് പാടട്ടെ അപ്പച്ച?
കാണിക്കരുതേ കേട്ടോ. റോസി സിസ്റ്റർ അല്ലേ? അതേല്ലോ അച്ചായ. സുഖമല്ലേ സിസ്റ്റർ? സുഖമായിരിക്കുന്നു. പിന്നെ എന്തുണ്ട്? അതെ, സിസ്റ്ററിന് തിരക്കൊന്നും ഇല്ലെങ്കിൽ നാളെ ഇവിടം വരെ ഒന്ന് വരാമോ? നാളെയോ? എപ്പോഴാ? ഒരു 11 മണി. ആ, അത് കുഴപ്പമില്ല. ഞാൻ വരാം അച്ചായ. എന്താ പ്രത്യേകിച്ച്? അത് വരുമ്പോൾ പറയാം. ശരി അച്ചായ. എങ്കിൽ ശരി സിസ്റ്റർ, നാളെ കാണാം. ആ, ശരി. ഒരു 4 മാസം മോന്റെ കൂട്ടത്തിൽ ബോംബെയിലായിരുന്നു ഞങ്ങൾ രണ്ടും. നിനക്കെന്താ ഇങ്ങനെ ലോകം ചുറ്റി നടന്നാ പോലെ സുഖം? ഹോ, സുഖം ഒന്നും പറയണ്ട. ജയിലിൽ കിടന്ന ഇതിന് സുഖം എന്റെ ചാക്കുച്ചായ. എന്നെ കൊണ്ട് ഇങ്ങനെ അടച്ചിട്ട് മുറിയിൽ ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചാക്കുച്ചായ? ഓ, എനിക്ക് എന്താണ് വിശേഷം? അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. ചാക്കുച്ചായനെ നോക്കാൻ ഒരാള് വേണം. അല്ലെങ്കിൽ മരുന്നും കാര്യങ്ങളൊന്നും സമയത്ത് നടക്കില്ല. ഏതായാലും ഒരു നല്ല കുട്ടിയെ കിട്ടിയല്ലോ. കണ്ടാൽ ഇവിടുത്തെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പിള്ളേര് സമ്മതിക്കണ്ടേ? കഴിഞ്ഞ തവണ 2 ചെറുക്കന്മാരെ മാറി മാറി നിർത്തി കൊലപാതകം നടത്തിയിരുന്നേ ഉള്ളൂ. എന്നെ ആരും കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് തീരെ പിടിക്കില്ല. അതുകൊണ്ട് ഇത്തവണ അവര് പെൺകൊച്ചിനെ വെച്ചു. അതാവും പിന്നെ എന്റെ ശാഠ്യം കുറച്ച് കുറയുമെന്ന്. പാവമാണ്. പക്ഷേ എനിക്ക് ചില നേരത്ത് ദേഷ്യം വരും. വായി വരുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയും. എന്റെ ചാക്കോച്ചായ, ഇനിയെങ്കിലും ഈ കടുപ്പെടുത്തും ദേഷ്യമൊക്കെ ഒന്ന് നിർത്ത്. ആ സാമു സോഫിയ എന്ത് നല്ല പിള്ളേരാ. എന്ത് നല്ല പോലെയാണ് അവർ നോക്കുന്നത്. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ. ഇനിയുണ്ടല്ലോ, പിള്ളേര് പറയുന്ന പോലെ നമ്മൾ കേൾക്കണം. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പലതും അവര് പറയുന്നത് ശരി. അതെ, പിന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒക്കെ ശരി തന്നെയാടാ. എടാ, എന്റെ മക്കളെക്കാൾ ഏറെ എന്നെ അറിയാവുന്നതല്ലേ നീ? ഇങ്ങനെ വല്ലതും ആയിരുന്നോ ഞാൻ? അറിയാം, എല്ലാം എനിക്കറിയാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ തലമണ്ടയിൽ വെച്ചുകൊണ്ട് നടന്നാൽ പറയാൻ എളുപ്പമാണ്. അനുഭവിക്കുന്നതൊക്കെ അറിയും. 10-21 വർഷമായിട്ട് ഞാൻ തിന്നുന്ന തീ ആർക്കറിയാം? ഒന്ന് പറയാനോ പങ്കുവെക്കാനോ ആരാ ഉള്ളത്? അച്ഛാമ്മ രക്ഷപ്പെട്ടു. അവൾ അങ്ങ് പെട്ടെന്ന് പോയി. അവൾക്ക് ആ സംഭവം ഒട്ടും താങ്ങാൻ പറ്റിയില്ല. എന്റെ ചാക്കോച്ചായ, ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്റെ ചങ്കനകത്ത് കൊണ്ടു നടന്ന സ്ഥലമായിരുന്നു. അറിയാമോ? അത് വിൽക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു തണ്ടമേ അത് ചില്ലറയല്ലായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ചാക്കോച്ചായനെ എതിർത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അത് അന്നായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരു ലക്കമില്ലാതെ ഞാൻ കള്ളു കുടിച്ചത് വന്ന. എല്ലാം ഞാൻ ഓർക്കുന്നു. അല്ല, എങ്ങനെ മറക്കും? നിങ്ങളെക്കാളൊക്കെ ആ സ്ഥലവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടേ ഇല്ല. പോയിട്ട് എന്ത് കാര്യം? അന്ന് ഖാദർ പറഞ്ഞ ചുവട് വിലയ്ക്ക ബത്തേരിയിൽ ആ സ്ഥലം നമ്മൾ കിട്ടത്. ഇന്ന് അതുണ്ടായിരുന്നായിരുന്നു. മാർട്ടൻ ചേട്ടാ, കുടിക്കാൻ എന്താ വേണ്ടത്? അയ്യോ മോളെ, ഒന്നും വേണ്ട. എനിക്ക് കൊച്ചുമോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം. സമയമായി. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചാക്കോച്ചായ. പിന്നെ വരാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, ഇപ്പൊ ആര്യ ചേച്ചി വന്നതുകൊണ്ട് ഞങ്ങളെ ഒന്നും ഒരു മൈൻഡും ഇല്ല. ഓ, ആളൊന്നും മാറിപ്പോയല്ലോ. പോടി അവിടുന്ന്. ഭാര്യ കൂര്യ എനിക്ക് തീരെ
പിടിക്കുന്നില്ല ഓരോ പഞ്ചമൊക്കെ. എന്റെ അപ്പ മമ്മി ഫോൺ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞത് നല്ല കുട്ടിയാ, അപ്പനെ നല്ലപോലെ നോക്കുന്നുണ്ടെന്നൊക്കെ. അവിടെ ഇരിക്കുന്നവർക്ക് എങ്ങനെ അറിയാം ഇവിടുത്തെ കാര്യങ്ങള്? ചുമ്മാ പറയുന്നതല്ലേ. എനിക്കെന്തോ ചേച്ചിയെ കണ്ടത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് നല്ല പെരുമാറ്റം. അപ്പന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ. ചോറുണ്ണ മോരുകറി എടുത്തപ്പോ ചേച്ചി പറയുക, മോര് കൊടുക്കണ്ട, അപ്പൻ ഇത്തിരി ചുമയുണ്ടെന്ന്. എന്റെ മമ്മി പോലും ഇത്രയ്ക്ക് ശ്രദ്ധിച്ചു കണ്ടിട്ടില്ല. എനിക്ക് ചേച്ചിയെ കാണുമ്പോൾ എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ തോന്നുന്നത്. അതൊക്കെ അവളുടെ ഓരോ അടവാ. ഇതിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. ഈ അപ്പൻ ഒന്നും ശരിയല്ല. എന്റെ അപ്പ ആ പാവം ചേച്ചിയോട് ദേഷ്യപ്പെടരുത് കേട്ടോ. അപ്പൻ എന്നോട് എന്ത് സ്നേഹത്തോടെയാ പെരുമാറുന്നത്. അതുപോലെയല്ലേ ആ ചേച്ചിയും. ചേച്ചിക്ക് ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ അതിനോട് അപ്പൻ ദേഷ്യപ്പെടുന്നത്. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ചേച്ചിയെ ഫോൺ ചെയ്യുമ്പോൾ ചേച്ചി എന്താ പറയുന്നതെന്ന് അപ്പൻ അറിയാവോ? അപ്പൻ ഒത്തിരി നല്ലതാ, ചേച്ചിയോട് ഒത്തിരി സ്നേഹത്തോടെയാ പെരുമാറുന്നതെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? ശരി, നീ പറഞ്ഞത് കൊണ്ട് ഞാൻ അവളോട് ഇനി ദേഷ്യപ്പെടുകയേ ഇല്ല. പോരെ, നീ വന്നിട്ടുള്ളത് കഴിച്ചോടി പെണ്ണേ. പിന്നെ ലക്ഷ്മി ചേച്ചിയുടെ സൂപ്പർ ചപ്പാത്തിയും കോഴിക്കറിയും കഴിച്ചു. എങ്കിലേ ഞാനൊന്ന് പോയി ശകലം മയങ്ങട്ടെ. 2-3 ദിവസമായിട്ട് ഉറക്കം തീരെ ശരിയാകുന്നില്ല. ചെയ്തല്ലേ? ഓ, ഞാൻ ബസ്സിലിരുന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി. കുഴപ്പമില്ല. ചേച്ചിയുടെ ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ. ആണോ? താങ്ക് യു. ഇത് സിസ്റ്റർ റോസി എന്റെ ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതാണ്. മോൾ ഏതാണ് സബ്ജക്റ്റ്? കൊമേഴ്സ്. ഹോ, അത് കൊള്ളാലോ. അതെന്താ പിന്നെ എഞ്ചിനീയറിംഗിൽ പോകാനത്? എനിക്കെന്തോ ഇഷ്ടമല്ലായിരുന്നു. എനിക്കാണെങ്കിൽ മെഡിസിന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. നല്ല മാർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലുള്ളവർക്ക് എവിടുന്ന് സപ്പോർട്ട് കിട്ടാനോ? ഇത് തന്നെ നല്ല ആ സിസ്റ്റേഴ്സിന്റെ ഹെൽപ്പ് കൊണ്ട് നടന്നതാ. നഴ്സിംഗ് എന്ത് നല്ല പ്രൊഫഷനാ. ഫോറിൻ കൺട്രീസിലൊക്കെ ഇപ്പം ഭയങ്കര ഡിമാൻഡ് അല്ലേ? നല്ല സാലറി. എങ്ങനെയെങ്കിലും എനിക്ക് വെളിയിൽ പോകണമെന്നാ പ്ലാൻ. നടക്കുമോ എന്തോ? അതെന്താ നടക്കാത്തത്? ചേച്ചിക്ക് അതൊക്കെ പറ്റും. വലിയ ആളായിട്ട് വെളിയിലൊക്കെ പോയില്ലേ ഇനി? എന്ത് രസമായി ജീൻസും ടോപ്പും കാണാൻ. എനിക്ക് കൊതി വരും പിള്ളേർ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് കാണുമ്പോ. അതിനുള്ള ഭാഗ്യം എന്നെ പിള്ളേർക്കുണ്ടോ? സിസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കില്ല. എന്നാൽ ഞാനൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരട്ടെ. കഴിഞ്ഞ ദിവസം അപ്പച്ചൻ്റെ ഒരു ടാബ്ലറ്റ് കിട്ടില്ല. ഓക്കെ ചേച്ചി. എന്നാലും ഈ അപ്പൻ ഇത് എന്നാത്തിന്റെ കേടാ? ആദ്യമൊക്കെ ആ പെണ്ണിനെ കണ്ണെടുത്ത് കാണാൻ വിടായിരുന്നു. ഞാൻ എപ്പം വന്നാലും രണ്ടും കൂടെ എന്നാ വഴക്കായിരുന്നു. ഇപ്പൊ ഇതാണ്ടേ അവള് പോകാറായപ്പോ അവളെ വിടണ്ട, അവളെ ഇവിടെ നിർത്തണം, എന്തെല്ലാം പുകില. പണിക്കിരിയേട്ടൻ പറഞ്ഞ പോലെ അവള് വല്ല കൂടോത്രം ചെയ്തോന്നാ എന്റെ സംശയം. ചേച്ചി ചുമ്മാ കിടന്ന് അത് ഇതും പറയാതെ. പണിക്കൊരു ചേട്ടനല്ല അപ്പൻ ആശുപത്രിയിലാക്കിയത്. അപ്പൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു എന്നോടല്ലേ പറഞ്ഞത്. ചാക്കോ മാപ്പിളക്ക് എന്തെങ്കിലും പറ്റിയ ഈ പെങ്കൊച്ചിന്റെ കാര്യം നിങ്ങളോട് എല്ലാവരോടും കൂടെ നോക്കിക്കോണമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൻ ആരോട് എന്തെങ്കിലും സൂചിപ്പിച്ചതായി അവൾ പറഞ്ഞോ ചേച്ചി? എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ വന്നപ്പോ അത്യാവശ്യമായിട്ട് അവൾക്ക് നഴ്സിംഗ് കോളേജിൽ പോകണമെന്ന് പറഞ്ഞ അതിനുള്ള തിരക്കിലായിരുന്നു അവള്. ഈ അവസരത്തിൽ അപ്പനോടൊന്നും ചോദിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അപ്പൻ വളരെ വീക്കാണെന്നാ പറഞ്ഞത്. ഞാൻ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാ. ഒന്നാമത് ഈ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ ഏൽപ്പിച്ചു പോയത് തന്നെ നിങ്ങളുടെ തെറ്റ്. ആ കുട്ടി എനിക്ക് നല്ലപോലെ അറിയാം. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങളെ തോന്നണം. ഈ പെണ്ണുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റുകയില്ല. എന്നോട് ചോദിക്കേ, ഞാൻ പറയാം. ശരിയാ, നിങ്ങൾക്ക് പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം നല്ലപോലെ അറിയാമല്ലോ.
മോളിക്കൊച്ചെ തമാശയല്ലിത്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം ഷാക്കോച്ചന്റെ ആരോഗ്യം ശരിയാക്കാൻ നോക്ക്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എല്ലാം വളരെ നോർമൽ ആയിട്ട് വന്നതായിരുന്നു. അപ്പന് എന്ത് ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ആര്യ വന്നതിന് ശേഷം. അവള് പോകുന്ന കാര്യം ഓർത്ത് ടെൻഷൻ കൊണ്ടാണ് അപ്പന് അസുഖം വന്നതെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. അത് തന്നെയാ സാബു എനിക്കും തോന്നുന്നത്. സാബു, നീ ആ സിസ്റ്ററിനെ വിളിച്ചായിരുന്നോ? ആ, ഞാൻ വിളിച്ചു. സിസ്റ്റർ എന്താ പറഞ്ഞത്? സിസ്റ്ററിനോട് ഞാൻ അപ്പന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് നേരിട്ട് സംസാരിക്കാനുള്ള എന്തോ കാര്യമുണ്ടെന്നാണ്. സിസ്റ്റർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ എന്തോ തിരക്കാണ്. 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. എന്നാൽ നീയും സോഫയും കൂടെ ചെല്ലും. അത് വേണ്ട ചേച്ചി, ചേച്ചിയും കൂടി വരണം. നമുക്ക് 3 കൂടി പോകാം. ആ, എന്നാ ശരി, ഞാനും കൂടെ വരാം. എല്ലാവരും ഉണ്ടല്ലോ. ആരാ അപ്പന്റെ കൂടെ ആശുപത്രിയില്? ലക്ഷ്മി ചേച്ചി ആക്കിയിട്ടാ ഞങ്ങൾ പോന്നത്. നിങ്ങൾ ഇരിക്കൂ. പറ സാബു. സിസ്റ്റർ, ഞങ്ങളെല്ലാം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സിസ്റ്ററിൽ നിന്നും അറിയണമെന്നുണ്ടായിരുന്നു. അറിയാം സാബു. ആരെയെ കുറിച്ചറിയോ അറിയേണ്ടത്? അപ്പന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയുടെ കാരണം ആരെയെ കുറിച്ചുള്ള ചിന്തയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. അപ്പൻ അവൾ പോകാറായപ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അവളെ വിടരുതെന്ന് അപ്പൻ ഉണ്ടായിരുന്നു. എന്റെ സിസ്റ്ററെ, ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വന്നോണ്ടിരുന്നതല്ലേ. ആദ്യം അപ്പൻ അവളോട് എന്തൊരു ദേഷ്യമായിരുന്നു. ഇപ്പൊ അപ്പന് വന്ന ഒരു മാറ്റമേ. അത് സ്വാഭാവികം. ഒരു വല്യപ്പന് കൊച്ചു മകളോടുള്ള കരുതൽ. സിസ്റ്റർ, എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങളോട് ഞാനത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി പറയാതിരിക്കാനും വയ്യ. അന്ന് ബത്തേരിയിൽ നിങ്ങളുടെ എസ്റ്റേറ്റിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഏകദേശം 21 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു ജോലിക്കാരി പങ്കജാക്ഷി എന്ന അവിവാഹിതയായ സ്ത്രീ ഗർഭിണിയായി. സിസ്റ്റർ, എങ്ങനെ? ആരെ? അത് നിങ്ങളുടെ സാജുവിനെ പറ്റിയ ഒരു തെറ്റായിരുന്നു. സാജുവിന്റെ കുഞ്ഞായിരുന്നു അവളുടെ വയറ്റിൽ വളർന്നത്. സിസ്റ്റർ, ഇത് സത്യമാണോ? സത്യമാകരുത് എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ സത്യത്തെ അസത്യമാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇവിടെ വരുന്നതിന് മുമ്പ് ആര്യക്ക് ഇത് അറിയാമായിരുന്നോ? അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളെ അറിയിക്കേണ്ടി വന്നു. സാഹചര്യങ്ങളുണ്ട്. അവൾ ഇതറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല. അവൾക്ക് ഒരു ഭാവമാറ്റവുമില്ലായിരുന്നു. ഈ സ്റ്റേജ് വരെ എത്തിയത് അവൾ ഒറ്റയൊരാളുടെ കഴിവും പ്രയത്നവും കൊണ്ട് മാത്രമാണ്. ഓ, അപ്പോൾ അതാണ് അപ്പന് പെട്ടെന്ന് വന്ന ഈ മാറ്റത്തിനുള്ള കാരണം. അതെ, ആര്യയും അച്ചായനുമായുള്ള സംഭാഷണത്തിൽ അവളുടെ വീട്ടുകാര്യമോ ചെറുപ്പത്തിലെ ഓർഫനേജിലെത്തിയ കാര്യമോ ഒക്കെ പറഞ്ഞു. അത് നിന്നുമാണ് അച്ചായൻ എന്തോ പന്തികേട് തോന്നിയത്. അതുമുതൽ അച്ചായൻ എന്തോ സംശയമോ അസ്വസ്ഥതയോ ഒക്കെയായി. ഒരിക്കൽ എന്നെ അച്ചായൻ നിങ്ങളുടെ വീട്ടിൽ വിളിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെന്നായിരുന്നു സിസ്റ്റർ? ഏകദേശം 1 മാസം മുമ്പ്. എന്തു പറഞ്ഞാണ് വിളിപ്പിച്ചത്? ഞാൻ വന്നപ്പോൾ ആര്യയെ പറ്റി കൂടുതൽ അറിയാൻ പല വഴിയുമുണ്ട് എന്ന് ചോദിച്ചു. അച്ചായന് അവളെ പറ്റി എന്തോ സംശയമുള്ളതുപോലെ സംസാരിച്ചു. അവളുടെ അമ്മയെക്കുറിച്ചും വീട്ടുകാരെ പറ്റിയുമൊക്കെ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് സിസ്റ്ററിന് എന്തെങ്കിലും അറിയാൻ പറ്റിയോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാബു.
കഴിഞ്ഞ് എനിക്ക് ധ്യാനത്തിനായി ഞങ്ങളുടെ ബത്തേരി കോൺവെന്റിൽ ഒന്ന് പോകേണ്ടി വന്നു. ആര്യയുടെ ചെറുപ്പത്തിൽ കോൺവെന്റിലുണ്ടായിരുന്ന മദർ സുപ്പീരിയർ സിസ്റ്റർ ഫൗസ്റ്റീന ഇപ്പോൾ അവിടെ വിശ്രമം ചെയ്ത് നയിക്കുകയാണ്. ഞാൻ സിസ്റ്ററിൽ നിന്ന് ആര്യയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. ബത്തേരിയിലെ ഇപ്പോഴുള്ള സിസ്റ്റേഴ്സിന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല, സിസ്റ്റർ ഫൗസ്റ്റീന ഒഴികെ. പിന്നെ നിങ്ങളുടെ റൈറ്റർ മാത്തജനുണ്ടല്ലോ, അങ്ങേക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന് ഫൗസ്റ്റീന സിസ്റ്റർ പറഞ്ഞു. ഓ, ഇതിന്റെ പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ, ആര്യ ഒരു സാധാരണ പെൺകുട്ടിയല്ല സാബു. ചികഞ്ഞെടുത്താൽ അവളെ പോലെ ഒരു കുട്ടിയെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവളുടെ പൂർവ്വചരിത്രമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ വളരെ ബോൾഡാണ്. ആരെയും കൂസാതെ, ആരോടും ഒരു സഹായവും ചോദിക്കാതെ ഇത്രയും എത്തിച്ചേർന്നത് തന്നെ അവളുടെ സ്വയം പരിശ്രമം കൊണ്ടാണ്. ഞങ്ങൾ അതിനുള്ള പരിഹാരം എന്ത് ചെയ്യാൻ തയ്യാറാണ് സിസ്റ്റർ. നിങ്ങൾ എല്ലാവരും കൂടി എന്താണെന്ന് തീരുമാനിക്കുക. എനിക്കറിയാം ഇത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കൊരു അല്പം തിരക്കുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വിളിക്കാം സോഫി. ഇപ്പോൾ നിങ്ങൾ അച്ചായന്റെ ആരോഗ്യവും മാനസികാവസ്ഥയും പ്രത്യേകം ശ്രദ്ധിക്കുക. സിസ്റ്റർ, ഒരു ഉപകാരം കൂടി ചെയ്യാമോ? ഇതേപ്പറ്റി സാജുവിനോട് ഒന്ന് സംസാരിക്കാമോ? സിസ്റ്ററിന് അറിയാമല്ലോ അവനെ. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. തന്നെയുമല്ല, ഇത്ര വലിയൊരു പ്രശ്നം അവൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ അതിനെ കുറിച്ച് വര ചെയ്യണ്ട. ഞാനത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. സാജുവിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി സിസ്റ്റർ, ഒത്തിരി നന്ദിയുണ്ട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. നീ എവിടെയാടാ? ഞങ്ങൾ എത്ര നേരമായി വെയിറ്റ് ചെയ്യുക. ഞാൻ എത്തിച്ചേട്ടാ. അവന്റെ കാര്യല്ലേ, സംഭവത്തിന്റെ വല്ല തുമ്പും കിട്ടി കാണും. പൊങ്ങാതിരുന്നാ മതി കക്ഷി. എന്റെ പൊന്നു ചേച്ചി, ദൈവത്തെ ഓർത്ത് അതും ഇത് പറഞ്ഞ് നിങ്ങൾ അലമുണ്ടാക്കല്ലേ. കണ്ടാൽ കീരിയും പാമ്പും പോലെയാ രണ്ടും എപ്പോഴും. ഞാനൊന്നും പറയുന്നില്ലേ. ഹ, ഞാൻ പറയുന്നതിനാ കുഴപ്പം. അവൻ കാണിച്ചു വെച്ചത് വലിയ കാര്യമല്ലേ. ഞാൻ വേറെ ജാതിക്കാരനെ കെട്ടിയെന്നും പറഞ്ഞു എന്തൊരു ബഹളമായിരുന്നു അവന്. നിങ്ങൾ കാണുന്നതല്ലേ ഇപ്പോഴും എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം കലക്കി. ചേച്ചി അടവ്. ഇപ്പൊ നമുക്ക് അതിന്റെ പറഞ്ഞ സമയം കളയാനില്ല. ദേ വന്നു. ആ, ഷൈനിയെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല, എന്തു പറ്റി? ആ, എന്നാ പറ്റാനായി? കാര്യങ്ങൾ വളരെ ഗുരുതരമായിരിക്കുക. ചേട്ടൻ ചുമ്മാ അവിടെ ഇവിടെയും തൊടാതെ കാര്യം എന്താണെന്ന് പറ. ഹേയ്, ഒന്നുമില്ല. ഒരു പുതിയ അംഗം കൂടി നമ്മുടെ കുടുംബത്ത് കൂടിയിട്ടുണ്ട്. അതൊന്ന് ആഘോഷിക്കാൻ വിളിച്ചതാ. എടാ, നീ ഒരു കിലാടി ആയിരുന്നല്ലോടാ. എന്നാ നാണംകെട്ടവണെയാണ് നീ കാണിച്ചു വെച്ചത്. വയനാട്ടിലോട്ട് ഓടാൻ എന്തൊരു ഉത്സാഹമായിരുന്നു അവന്. പാവം, അപ്പനും അമ്മയ്ക്കും ഇത് വല്ലതും അറിയാമായിരുന്നോ? ചേച്ചി, വെറുതെ ഒരുമാതിരി മനുഷ്യനെ പൊട്ടം കളിപ്പിക്കരുത് കേട്ടോ. അതേടാ, പൊട്ടം കളിച്ചതേ ഞങ്ങളെല്ലാവരും ഇത്രയും കാലം. മോളി ചേച്ചി, അതെ, ക്ഷമയ്ക്കൊരു അതിരുണ്ട് കേട്ടോ. എല്ലാവരോടും പറയുന്നു. എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞു തുലക്കി. വയനാട്ടിലെ സ്ഥലം വിറ്റത് എന്തിനാണെന്ന് നീ പറഞ്ഞത്? അത് സമരം. സമരം, കേസ്, ഒരു മണ്ണാങ്കട്ടയല്ലായിരുന്നു. അവിടെ നിന്ന് അപ്പന്റെയും നിന്റെയും ജീവൻ തന്നെ ഭീഷണിയാകുമെന്ന് വന്നപ്പോൾ വിൽക്കേണ്ടി വന്നു അല്ലേ? എന്നിട്ട് ഗൾഫിലേക്ക് ഒരു ഒളിച്ചോട്ടം. അതിന് ഇപ്പൊ എന്തുണ്ടായി? ചേട്ടൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ആ, അന്ന് പാകിയ വിത്ത് മുളച്ചു വളർന്ന് അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ വന്നു. ഇവിടെ നിന്ന് ആര്യ എന്ന ഹോം നേഴ്സ് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, ആരാ? ആ, നിന്റെ ജാരസന്തതി. മനസ്സിലായിട്ടാ?
കാണിച്ചെന്തോ ചതിയാണ്. ആ വൃത്തികെട്ട പെണ്ണ് ഇവിടെ വന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കുക. ഇല്ല, ഇത് പച്ചക്കള്ളമാണ്. അവളെ കണ്ടാൽ അറിയാം അവളൊരു ഫ്രോഡാണെന്ന്. ഹാ, അത് പിന്നെ അങ്ങനെയല്ലേ ആവുള്ളൂ. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കുവോ? ചേച്ചി, സാജു പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞങ്ങളെല്ലാം കൃത്യമായി തന്നെ അറിഞ്ഞു. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സോഫി, അവൻ സമ്മതിക്കേല. ശ്ശെ, ചേച്ചി ഇത് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആ, നിനക്ക് കുറച്ച് ചൊറിയേണ്ടി വരും. വീട്ടുകാരെതിർത്ത് അന്യജാതിക്കാരുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയ ആളാ ഇപ്പൊ വല്ല വേദവാക്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ പോയെങ്കിൽ എന്നാടാ, ഞങ്ങളെ നല്ല അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. അറിയാവോ, നീ ഒരുത്തൻ കാരണമാണ് നമ്മുടെ പാവം അമ്മ ചങ്കു പൊട്ടി മരിച്ചത്. മോളി ചേച്ചി മിണ്ടാതെ. അപ്പൊ മുകളിൽ കിടന്ന് ഉറങ്ങുക. ഇനി അങ്ങനെ കൂടി എന്തിനു ബുദ്ധിമുട്ടിക്കണം? സാജു, കാര്യങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇത് അറിഞ്ഞപ്പോൾ മുതൽ അപ്പന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ കുട്ടിയെ നമ്മൾ സംരക്ഷിക്കണം എന്നാ അപ്പൻ പറയുന്നത്. എന്ത് വിഡിത്തമാ നിങ്ങളൊക്കെ കൂടി കാട്ടിക്കൂട്ടുന്നത്? എന്ത് അടിസ്ഥാനത്തിൽ ഇതൊക്കെ? ചുമ്മാ വല്ലവരും ഉണ്ടാക്കുന്ന കഥകൾ കേട്ട് അവരെ വിശ്വസിച്ച് തോന്നിയാസം കാട്ടുവാ. തോന്നിയാസം കാണിച്ച ആരാടാ? ചേച്ചി, അപ്പനും ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചത് ആ കുട്ടിയുടെ ഭാവി കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി കൊടുക്കണമെന്നാ. ഓ, അത് നിങ്ങളെടുത്ത തീരുമാനം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അതിനകത്ത് എന്നെ ഉൾപ്പെടുത്തേണ്ട. എനിക്കിതിൽ പങ്കുമില്ല. പിന്നെ ആർക്ക് പങ്കെടുന്നാ നീ പറയുന്നത്? വയനാട്ടില് ആണായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടനും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നല്ലോ. അനാവശ്യം പറയരുത് കേട്ടോ. നീ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? സാബു എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ പോവാ. നീ പോകാൻ വരട്ടെ. നമുക്ക് മാത്തൻ ചേട്ടനെ വിളിപ്പിക്കാമെന്നേ. അങ്ങേരുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. അങ്ങേർക്കല്ലേ എല്ലാം അറിയൂ. എനിക്കൊരു മാത്തനെയും പോത്തനെയും കാണണ്ട. നിങ്ങളൊക്കെ കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തുകയുള്ളൂ. എന്റെ കുടുംബം തകരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോവാ. എന്റെ സാബു, അവനെ രണ്ട് പൊട്ടിക്കേണ്ടതല്ലായിരുന്നോ? അപ്പന്റെ പുന്നാര മോനെ, സാജി മോനെ. എന്റെ ചേച്ചി, അതൊക്കെ വിട്. ഒന്നും അറിയാത്ത അവന്റെ കുടുംബത്തെ ഓർത്താൽ കഷ്ടവുമുണ്ട്. പക്ഷെ ആ കുട്ടിയോട് ചെയ്ത വലിയ തെറ്റിനെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. എടാ സാബു, അവളുടെ പഠിത്തത്തിന്റെയും മറ്റു ഭാവിയിലെ എല്ലാ ചെലവുകളും നമ്മൾ തന്നെ ഏറ്റെടുക്കണം. പാവം കൊച്ച്. ഒരു മാതം ചേട്ടാ, ഇരിക്കും. എന്നാലും ഇത്രയും കാലം ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അറിയിക്കാതെ എങ്ങനെ മറച്ചു വെച്ചു? അപ്പന്റെ വിശ്വസ്തൻ തന്നെ. സാധു വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇത്രയും കാലം ആരും അറിയാതിരുന്ന സംഭവം എങ്ങനെ വെളിയിൽ വന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ആ ഒരു സമയത്ത് നിങ്ങളെ അപ്പൻ കടന്നുപോയ ഒരു ഘട്ടമുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോ വല്ല കുരുത്തക്കേടും കാണിക്കുമെന്നോ എന്ന് എന്റെ പേടി. ആരോടും പറയരുതെന്ന് കർശനമായിട്ട് എനിക്ക് താക്കീതും തന്നിരുന്നു. അപ്പോൾ സംഗതി സത്യം തന്നെ. 100%. അന്ന് നിങ്ങളുടെ സാജുമോൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് അറിയാവോ? എന്ത്? അതല്ലേ അതിലേറെ തമാശ. മാത്തൻ ചേട്ടാ, നിങ്ങൾ ചോദിക്കണ പണം ഞാൻ തരാം. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന്. അതായത് ഈ കൊച്ചിന്റെ തന്ത ഞാനാകണമെന്ന്. ഒരു മകനെ പോലെ കണ്ടതുകൊണ്ടും ചാക്കൊച്ചായനെ ഓർത്തും ഞാനൊന്നും ചെയ്തില്ല. അല്ല എങ്കിൽ ആരാണ് മാത്തൻ ചേട്ടാ പിന്നീട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്? അവർക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. വകയിലൊരു അമ്മായിയോ ഇളയമയോ ആരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു ഈ കുട്ടിയുടെ അമ്മ താമസിച്ചിരുന്നത്. ചാക്കോച്ചായൻ കുറെ കാശും അവരെ ഏൽപ്പിച്ച് കുറെ ദൂരെ എവിടെ കൊണ്ടാക്കി. പിന്നീട് കുട്ടി ജനിച്ച് 2 വയസ്സായപ്പോൾ ബത്തേരിയിലുള്ള അനാഥാലയത്തിലേക്കാക്കി.
പൈസയും ഒക്കെ ഏൽപ്പിച്ചു. 1 വർഷത്തിനകം സ്ഥലവും വിറ്റുകളഞ്ഞല്ലോ. ഇത്രയൊക്കെ സംഭവം നടന്നിട്ട് നമ്മളോട് ഒരു കാര്യം ആരും പറഞ്ഞില്ലല്ലോ. ഓ, ആര്യകോടാണല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾ സംസാരിക്കും. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പച്ചൻ എവിടെ? അതേ, മോള് പോയ പിന്നെ അപ്പനൊരു വല്ലായ്മയാണ്. എപ്പോഴും ഒരു കിടപ്പാ. അയ്യോ, അതെന്ത് പറ്റി? മോളെ, ഇപ്പോൾ ഞങ്ങൾക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ആന്റി, എല്ലാം ഞാൻ അറിഞ്ഞു. റോസി സിസ്റ്ററും എന്നോട് എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. ഒരു കുടുംബത്തെ ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട വീട്ടിൽ തന്നെ വന്ന് സേവനം ചെയ്യാൻ പറ്റിയത് ഒരു നിമിത്തമായി കാണുന്നു. 6 മാസം കൊണ്ട് ഒരായുസ് മുഴുവൻ കിട്ടാവുന്നത്ര സ്നേഹം നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നു. മതി ആന്റി, ധാരാളം. ഓരോ ദിവസവും എന്നെ ആന്റി വിളിക്കുമ്പോൾ എന്റെ അമ്മയുടെ സ്വരമാണ് ഞാൻ കേട്ടത്. ആര്യമോളെ, ഞങ്ങൾക്ക് ഭയങ്കരമായ കുറ്റബോധവും ദുഃഖവും ഉണ്ട്. അതിന് പ്രാശ്ചിത്തം ഞങ്ങൾ ചെയ്തേ പറ്റൂ. അതെ, സാജു അല്ലേ വരുന്നത്? ഈ നിൽക്കുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്താ മനസ്സിലായത്? സിസ്റ്റർ റോസിയെ ഞാൻ കണ്ടിരുന്നു. എല്ലാം വിശദമായി എന്നോട് പറഞ്ഞു. മോളെ, അങ്ങനെ വിളിക്കാൻ എനിക്ക് അവകാശമുണ്ടോ എന്നറിയില്ല. അറിവ് വെച്ച നാൾ മുതൽ വർഷങ്ങളോളം ആ വിളി കേൾക്കാൻ ഞാൻ ഏറെ കൊതിച്ചു, കാണാൻ ഏറെ ആഗ്രഹിച്ചു. ഇന്നത് സാധിച്ചു. അത് മതി, ധാരാളം. അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. കുട്ടികളെ ഓമനിക്കുന്ന അപ്പന്മാരെ കാണുമ്പോ എന്റെ ചന്ത തകരുമായിരുന്നു ആന്റി. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത വലിയ അപരാധമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. അതിന്റെ പരിഹാരം എത്ര ചെയ്താലും മതിയാവില്ലെന്ന് എനിക്കറിയാം. പരിഹാരത്തിനോ പ്രായശ്ചിത്തത്തിനോ പ്രതികാരത്തിനോ വന്നതല്ല ഞാൻ. അപ്പച്ചന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞ് സിസ്റ്റർ പറയുമ്പോഴാണ് ഞാൻ സംഭവം മുഴുവനും അറിയുന്നത് തന്നെ. മോളെ, നീ പറയുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോടും എനിക്കൊരു സ്നേഹക്കുറവുമില്ല. ഞാൻ മൂലം നിങ്ങൾ ആരും ബുദ്ധിമുട്ടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിരപരാധികളായ ആർക്കും ഞാൻ മൂലം ഒരു വിഷമം ഉണ്ടാവരുത്. നിന്നോട് എന്തുത്തരം പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല മോളെ. അത് നിങ്ങളുടെ നല്ല മനസ്സ്. ഒരാൾ ചെയ്ത തെറ്റിന് നിങ്ങൾ എത്ര പേരാണ് മാനനഷ്ടം സഹിക്കുന്നത്? അത് ജീവിതത്തിന്റെ ഒരു വശമെന്ന് കരുതിയാൽ പോലെ. മോളെ, അപ്പൻ ആകെ സങ്കടത്തിലാ നിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചെന്നും പറഞ്ഞ്. അപ്പച്ചനെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഒത്തിരി നല്ല ഹൃദയമുള്ള ആളാ. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ കർക്കശനായതും എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവസാനമായപ്പോൾ ഒരു വല്യപ്പന്റെ സ്നേഹം വാരിക്കോരി തന്നില്ല എനിക്ക്. അത് മതി. ഞാൻ IELTS പാസ്സായി ആന്റി. കാനഡയിലേക്ക് നഴ്സിംഗ് ജോലിക്ക് പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയായിട്ടിരിക്കുക. അടുത്ത 16-ാം തീയതി ഞാൻ പോകുക. ശരിക്കും അതൊരു വലിയ കാര്യമാണല്ലോ മോളെ. അപ്പനോ അമ്മയോ കൂടെപ്പിറപ്പോ ഇല്ലാതെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ആരുടെയും സഹായമോ
സമൂഹത്തിൽ കൂടുതലും സ്ത്രീകൾ താഴ്ത്തപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനും വിജയിക്കുവാനും